ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ജയറാമിൻ്റെ വീടാണ്. അപ്പോൾ ജയറാം വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു, വളരെ കോപ്പറേറ്റീവാണ്. ഈ ഗ്ലാസ് വെച്ചിട്ട് കാണുന്നതിനുള്ളൊരു പലർക്കും അത് താല്പര്യമില്ല. ഒരു 10-15% ആളുകൾക്ക് 3D കറക്റ്റ് കാണാൻ പറ്റില്ല. ഈവൻ കുട്ടിച്ചാത്തൻ 2D ആണെങ്കിൽ പോലും ഹിറ്റാകുമായിരുന്നു. കാരണം സബ്ജക്റ്റ് അത്രയ്ക്ക് ഒരു വാല്യൂള്ള സബ്ജക്റ്റ്. ഞാനൊക്കെ വരുന്ന കാലത്ത് ഒരു ഫിംഗർ കൗണ്ട് ചെയ്യാവുന്ന ക്യാമറമാൻ വരെ ഉള്ളൂ, ഡയറക്ടേഴ്സേ ഉള്ളൂ, എഡിറ്റേഴ്സ് ആണെങ്കിൽ അതേ ഉള്ളൂ. പിന്നെ എനിക്കൊന്നിപ്പോൾ ഈ ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയപ്പെടുന്ന ഇത് സംഭവം ഒരു നമ്മൾ മലയാളത്തിനല്ല ലോക സിനിമയ്ക്ക് തന്നെ നല്ല വാഗ്ദാനമാണ്. പലപ്പോഴും ചില ലൊക്കേഷനിൽ പൊതുജനങ്ങൾ വരെ അഭിപ്രായം പറയാറുണ്ട്, ഷോട്ട് കണ്ടപ്പോഴത്തെ അവിടെ ചേർക്കുണ്ടായി അല്ലെങ്കിൽ ഇത് മറ്റായി പറയാറുണ്ട്. മോൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ ക്യാമറ വർക്ക് ചെയ്യുന്നു. ഒരു അനിമേഷൻ ഫിലിം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യുന്ന പ്ലാനിലാണ്. ഞാൻ പറഞ്ഞത് മലയാളത്തിൽ എൻ്റെ ഫസ്റ്റ് പടം ലാൽ സലാമാണ്. അത് ശ്രീ മോഹൻലാൽ അത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, പിന്നെ മുരളിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊരു മലയാളത്തിൽ ഞാൻ പുതുമുഖ ക്യാമറമാനായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വളരെ മാക്സിമം സഹകരണം എല്ലാ ആർട്ടിസ്റ്റുകളും, അത് മധു സാറുണ്ടായിരുന്നു. മധു സാറാണെങ്കിലും വളരെ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റാണ്. ഉർവശി, പിന്നെ ലാലു അലക്സ്, വിജയരാഘവൻ, അങ്ങനെ പിന്നെ രാജൻ പി ദേവ്, ഇങ്ങനെല്ലാം എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു എന്നെ വളരെ സപ്പോർട്ടീവായിരുന്നു. ഞാൻ മോഹൻലാലിൻ്റെ കൂടെ അതായത് അത് വർക്ക് ചെയ്തു. പിന്നെ അങ്കിൾ ബൺ, കിഴക്കുണ്ടും ബഷി, പിന്നെ കളിപ്പാട്ടം, ഇങ്ങനെ അഗ്നിദേവൻ, ഇത്രയും പടങ്ങളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തത് വാത്സല്യം, ആയിരപ്പറ കണ്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ അപ്പം എനിക്ക് ഇപ്പോൾ ഇവരൊക്കെ പിന്നെ ഇവർ മാത്രമല്ല, എനിക്ക് പറഞ്ഞൊരു മലയാളത്തിലൊരു ആർട്ടിസ്റ്റ് സൈഡിൽ നിന്ന് എനിക്കൊരു ഒരിക്കലും വളരെ സപ്പോർട്ടീവായിട്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അത് കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ ലാൽ സലാം സമയത്ത് എനിക്ക് ചെറിയൊരു വേണിച്ചേട്ടൻ ചോദിച്ചാൽ ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചാണ് ഞാൻ കയറുന്നത്. എങ്കിൽ പോലും പിന്നെ എനിക്ക് ചെറിയ ഇതുണ്ടായിരുന്നു, ഒരു ഭയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതുണ്ടത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പീഡ് ഞാൻ മേടിച്ചോട്ട് ചോദിക്കുമായിരുന്നു, ഞാൻ സ്ലോ ആവുന്നുണ്ടോ? പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞൊരു പലപ്പോഴും നമ്മൾ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അതേ ഷെഡ്യൂളിൽ എനിക്ക് എൻ്റെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാമാന്യം നല്ല രീതിയിൽ എല്ലാ പടങ്ങളും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പറഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ജയറാമിൻ്റെ വീടാണ്. അപ്പോൾ ജയറാം വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു, വളരെ കോപ്പറേറ്റീവാണ്. ഇപ്പോൾ 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് 3D. പക്ഷേ 3Dയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രശ്നമുള്ളത് ഈ പ്രൊജക്ഷനാണ്. ഇപ്പോഴും ഈ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് കാണുന്നതിനുള്ളൊരു പലർക്കും അത് താല്പര്യമില്ല. പിന്നെ വേറെ എന്നുള്ളതൊരു പൊതുവൊരു ഞാനൊരു 3Dയെ പറ്റി ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറേ റിസർച്ചുകളും കുറേ ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഒരു 10-15% ആളുകൾക്ക് 3D കറക്റ്റ് കാണാൻ പറ്റില്ല. അത് 3Dയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഓബ്ജക്റ്റിനെ കാണുകയാണെങ്കിൽ ഓബ്ജക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, നമ്മുടെ 2 കണ്ണിൻ്റെ ആക്സിസ് അതിലേക്ക് കൺവെർജ് ചെയ്യുകയാണ് ആ പോയിൻറ്റിലേക്ക്. പക്ഷേ 3D സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്ക്രീനായിരിക്കും. ഒരു 100 അടിയോ 150 അടിയാണെങ്കിൽ 150 അടിയിൽ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ അവിടെ സ്ക്രീൻ പ്ലെയിനിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് നമ്മൾ തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഞങ്ങൾ ഫോഴ്സ്ഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയും. അതായത് നമ്മളുടെ അടുത്ത് നമ്മളേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ കൺവെർജൻസ് ഇവിടേക്ക് വരികയാണ്. ഇവിടെ കൺവെർജ് ചെയ്യുന്നത്, പക്ഷേ ഫോക്കസ് അവിടെ ആയിരിക്കും. അത് നമ്മുടെ റിയൽ ലൈഫ് നമ്മൾ ചെയ്യാറില്ല. ഇത് സിനിമ കാണാൻ പറ്റുന്നുള്ളൂ. അതൊരു ഈ കണ്ണിൻ്റെയും ബ്രെയിൻ്റെയും കൂടെ ഒരു വർക്കാണ്. പക്ഷേ അത് പലപ്പോഴും ഈ പലർക്ക് പ്രത്യേകിച്ച് കുറച്ച് ഏജ്ഡ് ആൾക്കാർക്ക് പ്രയാസമാണ്. അല്ലാതെയും ചിലർക്ക് ചില പ്രത്യേക ശാരീരിക അവസ്ഥയിലുള്ളവർക്കും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അതല്ല, കുട്ടികളുടെ വളരെ ഫ്ലെക്സിബിളാണ്. അവർക്ക് അതുകൊണ്ട് പലപ്പോഴും 3D പടങ്ങൾ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന പോലെ മുതിർന്ന് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പല മുതിർന്നവരും പടം കണ്ട് പറയുകയോ തലവേദന പറയാറുണ്ട്. അത് 3Dയുടെ കുഴപ്പമല്ല, പലപ്പം അവരുടെ ഒരു പ്രശ്നമാണത്. അതുകൊണ്ടൊരു അതും പറഞ്ഞൊരു 10-15% ആൾക്കാർക്കാണ് ഈ പ്രശ്നമുള്ളത്. അപ്പോൾ അതാണ് ഈ പലർക്കും 3Dക്കൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അതല്ല മാറിയത്. പണ്ട് കുട്ടിച്ചാത്തനൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു ഷോ തുടങ്ങുന്നതിന് മുന്നേ തലേ ദിവസം 1-2 ഷോ ക്യാൻസൽ ചെയ്തിട്ട് സ്ക്രീൻ മാറ്റണം, പിന്നെ അത് അലൈൻ ചെയ്യണം, അതൊക്കെ ടൈമായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ആൾമോസ്റ്റ് ഈ പുതിയ തിയേറ്റേഴ്സെല്ലാം, ഡിജിറ്റൽ തിയേറ്റേഴ്സെല്ലാം എക്വിപ്ഡ് വിത്ത് അതിനുള്ള കറക്റ്റ് സ്ക്രീനുണ്ട്, അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മളൊരു മെറ്റീരിയൽ കൊടുത്ത് 3D മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആസിറ്റീസ് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴൊരു പഴയ പോലെ ഒരു പ്രൊജക്ഷൻ പ്രശ്നമല്ല, വൈഡ് റിലീസ് ഈസിയാണ് ഇപ്പോഴും.
മറ്റേതുമായിട്ട് ഇപ്പോൾ കുട്ടിച്ചാത്ര ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഓരോ 1 by 1 ആണ് ചെയ്തുകൊണ്ടിരുന്നത് തിയേറ്റർ, അല്ലാതെ ഒരു സമയത്ത് 10-20 തിയേറ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതല്ല, നമുക്ക് പിന്നെ മിക്കവാറും എല്ലാ തിയേറ്റേഴ്സും മേജർ സിറ്റിയിലുള്ള തിയേറ്റേഴ്സ് എല്ലാം എക്വിപ്ഡ് വിത്ത് 3D സെറ്റപ്പാണ്. അതുകൊണ്ട് വൈഡ് റിലീസ് ഈസിയാണ്. എനിക്കൊന്ന് ഇപ്പോഴേ 3D കൂടുതലായിട്ട് വരുന്നുണ്ട്, ഇപ്പോഴും 3D കാണാൻ പറ്റും. പക്ഷേ ഒരു ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതാണ്, അതിനുള്ളൊരു ഈ കണ്ണാടി വെക്കുന്നൊരു സ്ട്രെയിനാണ്. കണ്ണാടി ഇല്ലാത്തൊരു സംഭവങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതെന്ത് സമയമാകുമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ന്യൂജൻ പറയാറുണ്ട്. ഈ ന്യൂജൻ എപ്പോഴും ഉണ്ടായിരുന്നു. പറഞ്ഞത് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ന്യൂജൻ സിനിമയായിരുന്നു. ഇപ്പം ചെമ്മീൻ 1965 തോന്നുന്നു റിലീസ് ചെയ്തത്. അത് ആ സമയത്ത് ഒരു ന്യൂജനായിരുന്നു. അത് ആ സമയത്ത് തമിഴ് സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റിലാണ്, ഈ മരങ്ങളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ചെയ്ത സമയത്താണ് റിയൽ കടപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്ത ഒരു പടമാണ് ചെമ്മീൻ. അതുപോലെ നമ്മുടെ ഭരതൻ പത്മനാഭൻ സമയത്തൊക്കെ വന്നപ്പോഴത്തേക്ക് അതും ഒരു പടങ്ങളൊക്കെ അന്നത്തെ സമയത്ത് സബ്ജക്റ്റ് വൈസും വളരെ ഇതായിരുന്നു. അപ്പോൾ അത് ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് വന്നത് ഈ ഡിജിറ്റൽ വന്നപ്പോഴാണ്. അതായത് ഡിജിറ്റൽ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം ടോട്ടൽ ഡിജിറ്റലായി. അത് ഷൂട്ടിംഗ് എക്യുപ്മെൻ്റ് ആണെങ്കിലും, അതായത് ക്യാമറ, ഈ പ്രൊജക്ഷൻ, അങ്ങനെയുള്ള വന്നപ്പോഴത്തേക്ക് ഈ ബേസിക്കലി കൂടുതൽ ആൾക്കാർക്ക് സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഈ ഫിലിം ഷൂട്ട് ചെയ്യാൻ ക്യാമറമാനാണെങ്കിലും കുറച്ച് എക്സ്പെർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് നല്ല പരിചയം ഉണ്ടാവണം. പക്ഷേ ഡിജിറ്റലാകുമ്പോൾ അതല്ല, കുറച്ചുകൂടെ ഒരു യൂസർ ഫ്രണ്ട്ലിയാണ് എക്യുപ്മെൻറ്റ്സ് എല്ലാം. കാരണം വളരെ വിത്ത് മിനിമം എന്താ പറഞ്ഞൊരു ട്രയൽ അല്ലെങ്കിൽ ചെറിയ മിനിമം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് ഈ ഡിജിറ്റൽ ക്യാമറാസ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊജക്ഷൻസ് ഇപ്പോൾ ഡിജിറ്റലായപ്പോഴത്തേക്ക് വേറെ എന്നുള്ളത് ഇപ്പോഴേ ഈ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ക്യാമറ, ഞാനൊക്കെ വരുന്ന കാലത്ത് ഒരു ഫിംഗർ കൗണ്ട് ചെയ്യാവുന്ന ക്യാമറമാൻ വരെ ഉള്ളൂ, ഡയറക്ടേഴ്സേ ഉള്ളൂ, എഡിറ്റേഴ്സ് ആണെങ്കിൽ അതേ ഉള്ളൂ. പക്ഷെ അന്നൊക്കെ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുപേരുടെ കയ്യിൽ ഒരു മൊണോപ്പൊളി ആയിരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോൾ അതല്ല. അതിപ്പോൾ ഒരു സബ്ജക്റ്റ്, ഒരാളുടെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ ഈസിയാണ്. നമുക്കൊരു ഈവൻ വളരെ ഒരു 4K ക്യാമറ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പുതിയ സബ്ജക്റ്റുകൾ സിനിമയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊരു എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ന്യൂജൻ സിനിമ എന്ന് പറയുന്നില്ല, ഞാൻ പറയുന്നത് ന്യൂജൻ എപ്പോഴും ഉണ്ട്. ഇനി മേ ബി ആഫ്റ്റർ 2 വർഷം കഴിയുമ്പോൾ അടുത്ത വേറെ ഒരു ടൈപ്പ് ഓഫ് സിനിമ ആയിരിക്കും വരാൻ പോകുന്നത്, അത് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അത് ഇപ്പോഴേ കുറച്ചുകൂടി ജനകീയമായി. അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആർക്കും അല്ലെങ്കിൽ ഒരു താല്പര്യമുള്ളവർക്ക് സിനിമ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പണ്ടതല്ലായിരുന്നു, ഒരു അതിലേക്ക് വരുന്ന പ്രയാസമായിരുന്നു. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് ആളുകളൊക്കെ. അതായത് ഒരു ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ഒരു സിനിമ ഒരു ഭയഭക്തി ബഹുമാനത്തോടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഫിലിം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വസ്തു ആയതുകൊണ്ട് പലപ്പോഴും ഫിലിം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അളന്ന് കുറച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് ആണെങ്കിലും പല റിഹേഴ്സൽ ചെയ്തിട്ട് തെറ്റാതെ മാക്സിമം അത് ശ്രമിക്കും. നമ്മളൊരു 1:3 എന്ന് പറയും ഷൂട്ട് ചെയ്യുന്നത്. അത് നമ്മൾ തിയേറ്റർ കാണുന്നതിൻ്റെ ഒരു 3 ഇരട്ടി മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല, കാരണം അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോഴേ ഡിജിറ്റലായപ്പോഴത്തേക്ക് നമ്മൾ ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്യണം, ഫിലിമില്ല. അതുകൊണ്ട് ഡിജിറ്റലാണ്, ഡിജിറ്റൽ കാർഡാണ്. ഒരു ക്യാമറയ്ക്ക് വരെ 3-4 ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ലാഘവത്വം ഉണ്ടായി. വേറെന്നുള്ളത് ഷൂട്ടിങ്ങിനകത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഗ്രാഫിക്സ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്കൊരു ഷൂട്ട് ചെയ്ത സാധനം തന്നെ വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു നേരത്തെ ഷൂട്ട് ചെയ്യുമ്പോഴകത്ത് നമ്മൾ ഒരു എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫ്രെയിമിനകത്ത് വേറെ എക്സ്ട്രാ ഒരു ക്രൗഡാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ലൈറ്റിൻ്റെ സ്റ്റാൻഡോ അല്ലെങ്കിൽ കട്ടറോ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് ആ ഷോട്ട് വേസ്റ്റാണ്. ഇപ്പോൾ അതല്ലാതെ വന്നപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഒരു കേബിളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതായപ്പോഴത്തേക്ക് വളരെ ലാഘവത്വമായി. പലപ്പോഴും സിനിമയോടുള്ള അപ്രോച്ചിന് ഒരു ലാഘവത്വം ഉണ്ടായി. അതായത് കാരണം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാൾ പറയും അവിടെ മറ്റേ ഉള്ളത്, അത് കുഴപ്പമില്ല, നമുക്ക് ഇറേസ് ചെയ്യാം എന്ന് പറയും. പക്ഷേ ഇറേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ടൈം കൺസ്യൂമിംഗ് ആണ്, ഇറ്റ് കോസ്റ്റ് മണി ആൾസോ. അതുണ്ട്, അത് സിനിമ ചെയ്തൊരു ഇതുണ്ടായിട്ടുണ്ട്. പറഞ്ഞ ഒരു ഷോട്ടിന് പകരം ഒരു 5-6 ഷോട്ട് എടുത്തിട്ടാണ് അതിൽ ബെസ്റ്റ് സെലക്ട് ചെയ്തിടുക, അല്ലെങ്കിൽ അങ്ങനെ ഇടുന്നുണ്ട്. അത് പ്രോപ്പർ വേ ആയിട്ട് തോന്നുന്നില്ല.
പിന്നെ ഇപ്പോഴത്തെ ഒരു അത് ഞാൻ പറഞ്ഞത് അപ്രോച്ചിന് ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ പഴയ പോലല്ല. അതായത് പണ്ട് സീരിയസ് ആയിരുന്നു, ഇപ്പോൾ ഇതല്ലേ കുറച്ചുകൂടെ. പിന്നെ ചെല്ല് പറയാറുണ്ട് ഇപ്പം പിന്നെ പണ്ടൊക്കെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ടെററായിരുന്നു, അല്ലെങ്കിൽ ക്യാമറമാൻ ഒരു ഇതായിരുന്നു പറയായിരുന്നു. പിന്നെ പക്ഷേ ഇപ്പം പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഫ്രണ്ട്ലി അതൊരു ഓവറായിട്ട് ഫ്രണ്ട്ലി ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ പിന്നെ ഒരു പിന്നെ വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഈ കൂടുതലായിട്ട് അറിയുന്നത് പണ്ടും പിന്നെ ഈ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാനലിലൊക്കെ വന്നപ്പോഴാണ് കൂടുതലായിട്ട് വെളിയിൽ വരുന്നത്. അതാണൊരു മെയിനായിട്ട് വരുന്നത്. ഈ പണ്ടും ഈ പല സംഭവങ്ങളുണ്ടായിരുന്നാണ് പിന്നെ പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായി വരുന്ന പല ന്യൂസുകൾ വരുന്നതെല്ലാം ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരവും അല്ലെങ്കിൽ ചാനലുകളുടെ ഒരു കൂടുതൽ ചാനൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടൊരു ഭീകരമായ അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രീതി കാണണ്ട. എങ്കിലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരാളുകൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നേരത്തെ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴേ അതായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മളിപ്പോഴൊരു ഒരു മീറ്റർ വെച്ച് നോക്കി ലൈറ്റ് റീഡ് ചെയ്ത് അതിൻ്റെ എക്സ്പോഷർ നമ്മൾ അതിൽ ക്യാമറ ഫിക്സ് ചെയ്ത് ഫിലിം ഷൂട്ട് ചെയ്തിട്ട് കിട്ടുന്നൊരു ലേറ്റൻ്റ് ഇമേജാണ് അതിലുള്ളത്. നമുക്കറിയുന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം ഈ ഫിലിം പാക്ക് ചെയ്ത് നമ്മളന്ന് ചെന്നൈക്കോ അല്ലെങ്കിൽ ഒരു ലാബിലേക്ക് അയക്കുന്നു. ലാബിൽ അത് ഡെവലപ്പ് ചെയ്ത് അത് പിന്നെ അത് നെഗറ്റീവ് ചെക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് അറിയാൻ പറ്റും. എങ്കിലും അത് ഫൈനൽ പ്രിൻ്റ് ചെയ്ത് അത് പ്രൊജക്ഷൻ കാണുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതൊരു വലിയ റിസ്ക് ഉണ്ടായിരുന്നു. കാരണം അത് എന്തും ചിലപ്പോൾ റോ സ്റ്റോക്കിന് പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ ക്യാമറയുടെ മെക്കാനിസം ഉണ്ടാകാം, അല്ലെങ്കിൽ ക്യാമറമാൻ ചെയ്ത എക്സ്പോഷറിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഡിജിറ്റലായപ്പോൾ അത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറ വന്നപ്പോഴത്തേക്ക് ഈ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ ഒരു യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്കൊരു ഈസി ആയിട്ട് എക്സ്പോഷർ സെറ്റ് ചെയ്യാം, അത് മോണിറ്ററിൽ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല നേരത്തെ ക്യാമറ മാത്രമാണ് ഈ ഷൂട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതല്ല, ബാക്കി പിന്നെ ഈ ഡയറക്ടർ മാത്രമല്ല പൊതുജനങ്ങൾ വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പലപ്പോഴും ചില ലൊക്കേഷനിൽ പൊതുജനങ്ങൾ വരെ അഭിപ്രായം പറയാറുണ്ട്. ഷോട്ട് കണ്ടപ്പോഴത്തേക്ക് അവിടെ ഇറക്കമുണ്ടായി അല്ലെങ്കിൽ ഇത് മറ്റായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല. പക്ഷേ എങ്കിൽ പോലും അതുകൊണ്ട് പുതിയതായിട്ടൊരു ക്യാമറമാനോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഈവൻ ആർട്ടിസ്റ്റുകൾക്ക് പോലും എന്താവാൻ ഇപ്പം സാഹചര്യം വളരെ റൈപ്പായിട്ടുള്ള ടൈമാണ് ഇപ്പോഴത്. കാരണം നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു നോട്ട് വെരി എക്സ്പെൻസീവ്. ഉള്ളു ടൈമിൻ്റെ മാത്രം പ്രശ്നമുള്ളൂ. പിന്നെ ഇവൻ മൊബൈലിൽ പോലും സിനിമ എടുക്കാവുന്ന ഒരവസ്ഥയാണ്. ഈവൻ ക്യാമറ പോലും അത്ര എക്സ്പെൻസീവ് അല്ല. വളരെ ഇപ്പോൾ ഒരു 4K ഉള്ള ക്യാമറ പോലും നമുക്ക് അഫോർഡബിളാണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, അത് വെച്ച് ഷൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുതിയതായിട്ട് വരുന്ന ക്യാമറമാർക്ക് പോലും പിന്നെ വളരെ ചെറിയൊരു ട്രെയിനിങ്ങിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ വീട്ടിലിരുന്നവരും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ സൗണ്ട് ആണെങ്കിൽ ചെയ്യാൻ പറ്റും. പണ്ടതൊക്കെ ആകുമ്പോഴത്തേക്ക് എഡിറ്റിങ്ങും അല്ലെങ്കിൽ ഒരു സൗണ്ട് റെക്കോർഡിങ് എല്ലാം വലിയ സ്റ്റുഡിയോയിലേക്ക് പോകണമായിരുന്നു. ഇപ്പം പറഞ്ഞൊരു ഇപ്പോഴത്തെ ഈ ടെക്നീഷ്യൻസിന് പിന്നെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ ഇത് ചെയ്യാനുള്ള സൗകര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്. അത് ഡിഫറൻ്റായിട്ട് സബ്ജക്റ്റുകളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്കൊന്ന് മലയാള സിനിമയ്ക്കും മലയാളത്തിലെ എല്ലാ സിനിമകൾക്കും നമുക്ക് സബ്ജക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വെറൈറ്റിയായിട്ട് സബ്ജക്റ്റ് വരുന്നുണ്ട്. അത് ടോട്ടലായിട്ട് ഈ മീഡിയയ്ക്ക് ഒരു വലിയ ഗുണം ചെയ്യും. എൻ്റെ മക്കൾ 2 പേരാണ്. ഒന്ന് അഞ്ജു, രണ്ടാമത്തെ ആൾ കേശവ്. 2 പേരും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചാണ്. അഞ്ജു പഠിച്ചത് കോയമ്പത്തൂർ PSG കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. അവിടെ പഠിച്ചവർക്ക് പിന്നെ അവിടെ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നു. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു ഫൈനൽ ഇയറിലൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി അവളുടെ സബ്ജക്റ്റ് പറഞ്ഞു. ആദ്യം സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് ഞാനന്നൊരു പിന്നെ പാലക്കാട് ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പിന്നെ കോയമ്പത്തൂർ പഠിക്കുകയാണ്. അപ്പം അടുത്തൊരു സൺഡേയിൽ പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ വരുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റ് ഒന്ന് മാറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ഇസ് വെരി ഗുഡ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇത്രയും ഒരു എമൗണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ട് സംസാരിച്ച്. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു ശരി പുള്ളി ഞാൻ പറഞ്ഞൊരു റഫലി 1 lakh ആകുമെന്ന് പറഞ്ഞു. പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ ആൻഡ്രോ ജോസഫ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഒരു ദിവസം ആൻഡ്രോ ജോസഫ് പഠിക്കുക രാവിലെ ഞാനിങ്ങനെ
ഒരു ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു, ഡയറക്റ്റ് ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ നമ്മുടെ ശ്രീ രാജസേനോട് ചോദിച്ചു, ഇങ്ങനെ ഡയറക്ടർ പുള്ളിയായിരുന്നു പടത്തിൻ്റെ. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞാൽ എനിക്കൊന്ന് ആൻഡ്രോ ജോസഫ് ആയിരിക്കും ബെറ്റർ, പുള്ളി ഇതിനകത്തുള്ളതല്ലേ. അപ്പോൾ ഞാൻ ആൻഡ്രോ ജോസഫിനോട് പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻഡ്രോ ജോസഫ് സംസാരിച്ചു. അപ്പോൾ പുള്ളി എനിക്ക് പിന്നെ ഒന്നും അറിയേണ്ടതില്ല, അതാണ് പുള്ളി എല്ലാം അറേഞ്ച് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളും ലൊക്കേഷനും ക്യാമറയും എല്ലാം കൊണ്ടുവരുന്നു, എഡിറ്റിങ്ങും എല്ലാം തന്നെ പുള്ളി. അപ്പം ഷൂട്ട് ചെയ്യുന്നത് എറണാകുളത്തൊരു വീട്ടിലാണ്. അപ്പം എൻ്റെ മോള് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ മോള് ഡയറക്റ്റ് ചെയ്യുന്നത്, ഞാൻ ക്യാമറ വർക്ക് ചെയ്യുന്നു. അത് വർക്ക് ചെയ്ത് 2 days കൊണ്ട് അത് ഷൂട്ട് ചെയ്ത് പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തെ ആൻഡ്രോ ജോസഫ് പറഞ്ഞപ്പോൾ ആൻഡ്രോ ജോസഫ് പറഞ്ഞു നമുക്കത് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് അവിടെ പിന്നെ ലാൽ മീഡിയ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നാൽ എന്ന് പറഞ്ഞു. അങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഈ പടത്തിന് ഒരു പിന്നെ ഡൽഹിയിലൊരു ഫെസ്റ്റിവൽ, പിന്നെ ഒരു ന്യൂ ജേഴ്സി ഫിലിം ഫെസ്റ്റിവൽ, പല പിന്നെ അന്താരാഷ്ട്ര പിന്നെ മേളകൾക്കും പോയിട്ടുണ്ട്, പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മോളിപ്പോൾ ദുബായിൽ ഒരു പിന്നെ ഈ അഡ്വർടൈസിങ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ഫ്രീലാൻസറായിരുന്നു, പല കമ്പനിയിൽ അതിലൊരു പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മകനും വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അവൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പാസ്സായി. അവനിപ്പോൾ ദുബായിലാണ്. അവൻ്റെ അവൻ്റെ അമ്മയുടെ കൂടെ അവിടെ പിന്നെ ഓൺലൈനിൽ കുറേ പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മലയാളത്തിൽ വന്ന പിന്നെ മലയാളത്തിൽ ഇപ്പോൾ അടുത്ത ഈ സാഹോ എന്നുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് പടം അതിൽ ചെയ്തിരുന്നു. ഇപ്പം അവനൊരു അവിടെ ഒരു കമ്പനി തന്നെ ഒരു പ്രൊഡക്ഷൻ ഓൺലൈൻ പ്രൊഡക്ഷനിലാണ്. അപ്പോൾ അതിനകത്തൊരു പ്രൊഡക്ഷൻ കൺട്രോളർ പോസ്റ്റ് വർക്ക് ചെയ്യുകയാണ്. പക്ഷെ അവന് കൂടുതൽ താല്പര്യം ഒരു ക്രിയേറ്റീവ് സൈഡിലാണ്. അവൻ കുറേ സബ്ജക്റ്റൊക്കെ എഴുതുന്നുണ്ട്. അവൻ ചെറിയൊരു അനിമേഷൻ ഫിലിം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണമെന്ന പ്ലാനിലാണ്. അവനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം. എന്തായാലും രണ്ടുപേരും വെൽ സെറ്റിൽഡ് ഇൻ ദുബായ്.